പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കിടന്ന കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്യാനായിട്ടും ഒക്കെ പോയപ്പോഴാണ് എനിക്ക് ഏകദേശം ഇതിൻ്റെ ഒരു റൂട്ട് എനിക്ക് കിട്ടിയത്. ഇത് തെറ്റാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇത് ഏതെങ്കിലും മനുഷ്യന് പേഴ്സണലി ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര പണം, എത്ര ഗാഡ്ജറ്റുകൾ, എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് നമുക്കൊരു ദിവസം കിടന്നുറങ്ങാൻ പറ്റണം, പ്രഭാതത്തിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഉണരാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പം അതിനുവേണ്ടി നമുക്ക് അത് ഉപയോഗപ്രദമാകുന്ന ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നത്? അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന മദ്യത്തിലാണെങ്കിൽ അയാൾ ആ മദ്യം കഴിച്ചാൽ സന്തോഷമായിട്ട് പോകട്ടെ, അയാളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അയാളുടെ പെർസ്പെക്റ്റീവ്, അയാളുടെ ശരിയാണത്, അയാളുടെ ശരിയല്ലേ ഇത്? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ശരിയാണ്. കാഴ്ചപ്പാടിനെ നമ്മൾ മറ്റൊരു ആംഗിളിൽ കാണുന്ന ഓരോ കാര്യത്തിലും അങ്ങനെ കാണണ്ടേ? അത് എല്ലാവരും കാണുന്ന പോലെയാണ് നോർമലി ബോറിംഗ് എന്നാ പറയാ അല്ലേ? നോർമലായിട്ട് നമ്മളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ അയാളും ചിന്തിക്കുന്നത്. വേറൊരു ഡയമെൻഷനിൽ ചിന്തിക്കാലോ. ഈ മാൻ ക്രിയേറ്റഡ് ദൈവങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു 4300-ലധികം മതങ്ങളുണ്ട്, അറിയുമോ? കേട്ടിട്ടുണ്ട്, എക്സാക്ട്ലി അറിയില്ല. വിരലെണ്ണാവുന്ന പേരുകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ അത്രയും ദൈവങ്ങളുണ്ട്. കുറെ എണ്ണം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കാര്യം ആ കാലഘട്ടം പരിമിതമാണ്. അതെ. അപ്പൊ അത് ആ ഗ്രീക്ക് ദൈവങ്ങളുടെ ഒക്കെ ചരിത്രമൊക്കെ, ഗ്രീക്ക് ദൈവങ്ങളൊന്നും ഇപ്പൊ ഇല്ല, അവരൊക്കെ തീർന്നു, എക്സ്പയർ ആയി. കാരണം ഈ ആൻഡ്രോയിഡിന്റെയും ഐഫോണിന്റെ ഒക്കെ അപ്ഡേറ്റ് വരുമ്പോ ബഗ്ഗുകൾ പോകുന്നു പറഞ്ഞ പോലെ കുറെ ബഗ്ഗുകൾ അങ്ങ് പോയി. പിന്നെ ഇപ്പൊ അവശേഷിക്കുന്ന കുറെ സാധനമുണ്ട്, അത് പതിയെ പതിയെ പൊക്കോണ്ടിരിക്കും. ഇതൊന്നും ഇല്ലാത്ത മറ്റൊരു തലമുറ വരും, ഡെഫിനറ്റ്ലി വരുമല്ലോ, ഉറപ്പല്ലേ? ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന തലമുറയായിരിക്കും. ടെക്നോളജി വിശ്വസിക്കുക എന്നുള്ളതല്ല, ടെക്നോളജി എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ അതിന്റെ കൂടെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാനോ ബനാനോ എന്ന് പറയുന്ന സാധനം അറിയത്തില്ലാത്ത എത്ര പേരുണ്ടാവും അവിടെ? ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? എന്തിനാണ് ഞാനത് അറിയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇനിയുള്ള കാലത്ത് എല്ലാം അറിഞ്ഞിരിക്കണം. ചാറ്റ് GPT ഇന്നേ വരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ആപ്പ് കയ്യിലില്ലാത്ത എത്രയോ ആൾക്കാർ ഇന്നുണ്ടാവും. അപ്പൊ ഇത് മെജോറിറ്റി ആയിരിക്കും. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യാത്തത് അവരുടെ കുഴപ്പമാണ്. അവർക്ക് വേറെ പല കാര്യങ്ങളാണ് അവർ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. ഇപ്പൊ ഗൂഗിളിൽ ഇപ്പൊ 2000 രൂപയുടെ നോട്ട് ക്യാൻസൽ ചെയ്തത്, 2000 രൂപയുടെ നോട്ടല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്തത്. ഇപ്പോഴും അത് ക്യാൻസൽ ചെയ്ത് അറിഞ്ഞിട്ടില്ലാത്ത ഒരു അമ്മച്ചിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പെട്ടി തുറന്ന് ഇപ്പൊ കുറെ പൈസ ഇരിക്കുന്നതിനകത്ത്. ആ അമ്മച്ചിയോട് നമുക്ക് എന്നാ പറയാൻ പറ്റും? അമ്മച്ചി നമുക്ക് ചെറുതായി കാണാൻ പറ്റുമോ? അവരുടെ ലോകം അത്രയും ചെറുതാണ്. അത് വളരാൻ അനുവദിച്ചിട്ടില്ല ചുറ്റുമുള്ള ആൾക്കാർ. നമ്മൾ സംസാരിക്കുമ്പോഴല്ലേ അത് അങ്ങനെയും കൂടെ ഒക്കെ ചിന്തിക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത എത്തണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരോ അതൊക്കെ പറയണ്ടേ? തീർച്ചയായിട്ടും. ഇത്രയും വൈഡായില്ലേ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം? നമ്മൾ വേറെ ഏതോ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴല്ലോ, ആക്ച്വലി ഞാൻ ഒരു ചാറ്റ് GPT അല്ലല്ലോ, കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം തരലല്ലോ. അല്ല, ഞാൻ ആ ചാറ്റ് GPTയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ നമ്മൾ ആത്മീയത പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ പോയത്. ഇത് കണക്ട് ചെയ്ത് നമ്മുടെ യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു ബുക്കിൽ അദ്ദേഹം ആദ്യത്തെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ അധ്യായത്തിൽ അദ്ദേഹം എഴുതിയൊരു അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹവും അച്ഛനും ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടിലാണ്. അപ്പം ഒരു രാത്രി അമ്മ ഇദ്ദേഹത്തിനോട് വന്ന് പറയുന്നിട്ട് ഇദ്ദേഹം സ്വപ്നം കാണുവാണ്, നാളെ രാവിലെ വന്നാൽ നിനക്ക് എന്നെ കാണാം, ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് അമ്മ വന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചിരിച്ചു തള്ളുകയും ചെയ്തു. പിന്നീട് ഇതേപോലെ ഉച്ചയൊക്കെ ആയ സമയത്ത് അവിടെ നിന്നും ആള് വന്ന് അമ്മ മരിച്ചു, 10 മണിയാകുമ്പോഴത്തേക്കും മരിച്ചുപോയി എന്നൊരു അറിയിപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞ അനുഭവം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് വർഷങ്ങൾക്ക് മുന്നേ വായിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു, ആ ബുക്കാണ്. ഇതേ അനുഭവം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ, മരണാനന്തര ജീവിതം എന്നാണെന്ന് തോന്നുന്നു ആ ബുക്കിന്റെ പേര്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ആ ബുക്കിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ഫാമിലി പറഞ്ഞത് സ്ഥിരമായിട്ട് കുട്ടി വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പഠിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്നും 4 മണിക്ക് എണീറ്റ് പഠിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നീട് ആ കുട്ടി വെളുപ്പിനിട്ട് പഠിക്കാറില്ല. അതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ആവുന്ന സമയത്ത് രാവിലെ എണീറ്റ് പഠിക്കാറില്ല. അപ്പം ഒരു ദിവസം അമ്മ ചോദിച്ചാൽ, നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിച്ചപ്പം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എഴുന്നേറ്റു, പക്ഷെ ആ കുട്ടി പഠിക്കാൻ വേണ്ടി വീണ്ടും കിടന്നു. അപ്പോൾ അമ്മ ചോദിച്ചാൽ, നീ എണീറ്റിട്ട് എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അമ്മ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അച്ഛൻ ഈ മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർ ആ മുറിക്ക് ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരാളില്ല, മരിച്ചുപോയ അച്ഛൻ ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ചിലപ്പോൾ തോന്നലായിരിക്കാം.
ഇതേപോലെ തന്നെ മരിച്ചുപോയ ഒരുപാട് ആളുകളെ പല ഇടങ്ങളിലായിട്ട് തോന്നലുകളിൽ വന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഇത് ഞാൻ എത്രയും പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഈ അനുഭവം ഉണ്ടായിട്ട് എന്നോടാ പറഞ്ഞിട്ട്, അമ്മയുടെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര ഡൗൺ ആയിപ്പോയ ഒരു സമയമായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചത്. അപ്പം ആ ഒരു സമയത്ത് അമ്മ ഈ മരിച്ചുപോയ അമ്മയുടെ ഒരു നിഴലൂപം പോലെ കണ്ടു, അത് അമ്മയെ ഫോളോ ചെയ്യേണ്ട അമ്മയ്ക്ക് തോന്നി എന്ന് പറഞ്ഞ ഒരു അനുഭവം ഇന്നും. അപ്പം ഞങ്ങളും പറയും അമ്മ വെറുതെ അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് തോന്നണമെന്ന് പറയും, പക്ഷെ ഇന്നും അമ്മ അത് സമ്മതിച്ചു തരാം, അല്ല ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. അപ്പം ഇതിനൊക്കെ എന്തായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്? ഒരു വ്യക്തികൾക്ക് തോന്നിയിരിക്കുന്ന ചിന്തകളെ സയന്റിഫിക് ആയിട്ട് നമ്മളതിനെ കാണണം. ഒരാൾക്ക് തോന്നിയ ഒരു തോട്ട് അത് എല്ലാവർക്കും തോന്നി എന്നുള്ളതല്ല. ഇപ്പൊ പാരഡോളിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെയിൻ്റെ സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് സിംഹത്തെ കാണുന്നു, മാലാഖയെ കാണുന്നു, ചിലപ്പോൾ പറക്കുന്നിളിയെ കാണുന്നു. നമ്മൾ വലിയൊരു ഘോര വനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞിടാ നല്ലൊരു കൊമ്പനാനയുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ കാട്ടി കയറുന്ന സമയത്തൊക്കെ 2-3 പ്രാവശ്യം ഈ കൊമ്പനാനെ കാണും. ആക്ച്വലി കൊമ്പനാനെ അല്ല ഇവൻ കണ്ടിരിക്കുന്നത്, പിന്നെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓൾറെഡി അവിടെ അത് ഉണ്ടാകുന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൽ. ഇത് വെച്ചിട്ട് അവൻ്റെ ചില ഹാലൂസിനേഷൻസ്, നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് ആണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളെ കൊണ്ട് അത് ഓരോന്ന് പുറപ്പെടുവിക്കുന്നത്. ഇത് കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അയാൾക്ക് തോന്നിയ തോട്ട് അവരുടെ ഹാലൂസിനേഷൻസ് ആണ്, അല്ലാതെ ആരും അങ്ങനെ നടന്നു പോകുന്നത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെല്ലാം അതിനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഈ മരിച്ചുപോയ ആത്മാക്കളെയും അവരെയൊക്കെ കൊണ്ടുപോയി നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലൊക്കെ ആക്കി കുട്ടൂസിനും ഡാഗിനെയും വെച്ചിരിക്കുന്ന പോലെ മറ്റേ സെറ്റപ്പാക്കി വെച്ചുകൂടായിരുന്നു. ഇതൊരു പേഴ്സണലി നമുക്ക് തോന്നിയതാണ്. അത് നമ്മുടെ ഏതോ ഒരു മൂഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ സോഡിയം ലെവൽ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒക്കെ ഇങ്ങനത്തെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. പലപ്പോഴും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം പോലെ ചില സമയങ്ങളിൽ തോന്നും. അതിപ്പോൾ നടന്നു പോയതുപോലെ അങ്ങ് തോന്നും. അത് ഒരു വ്യക്തിക്ക് തോന്നുന്നതാണ്. ഇതിനെല്ലാം കൃത്യമായ സ്റ്റഡികളും ക്ലാസിഫിക്കേഷൻസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർ വായിക്കില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കില്ല. ഇതിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഭൂതം പ്രേതത്തിൻ്റെ സാധനമല്ലേ പറഞ്ഞതിനോട്, അല്ലല്ല ആത്മാക്കളുടെ സാധനങ്ങളല്ലേ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞ അതിനകത്ത് 2 കാര്യമാണ്. ഞാൻ പറഞ്ഞ 2 സ്റ്റേറ്റ് ആണ്. ഒന്ന് മരിച്ചുപോയ ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നത്, അത് നമുക്ക് ഇത് ഓക്കെ, മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ വന്നതാണെന്നുള്ള ഓക്കെ എക്സാമ്പിൾ നമുക്ക് പറയാം. അതായത് നടക്കാൻ പോകുന്ന ഒരു കാര്യം നടന്നു, അതിനു മുമ്പ് നമുക്ക് സിഗ്നൽ കിട്ടി എന്നുള്ളത്. ഈ വി ആർ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവൻ എന്ന് പറഞ്ഞ ബുക്കിൽ ഇപ്പൊ ഈ യോഗിയുടെ ആത്മകഥയ്ക്കകത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അതേ ഇൻസിഡന്റും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരുപാട് ആൾക്കാരെ പറ്റി ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊൽക്കട്ടയിലുള്ള അച്ഛൻ മരിക്കുന്നതായിട്ട് നാട്ടിലുള്ള മകൾക്ക് തോന്നുകയും, നാട്ടിലുള്ള അച്ഛൻ മരിക്കുന്നതായിട്ട് കൊൽക്കട്ടയിലുള്ള മകൾക്ക് തോന്നുകയും അത് മകൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇതേ ഇൻസിഡന്റിൽ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ആ ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അയാൾക്ക് അനുഭവപ്പെട്ട കാര്യം അയാൾ എഴുതിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിനേക്ക് നമ്മൾ ചൂടുന്നു പോകുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പൊ ഇവിടെ കേസ് തെളിയിച്ചിട്ട് ആത്മാവിനെ വിളിച്ച് കേസ് തെളിയിച്ച ആൾക്കാർ വരെയുണ്ട്. എന്റെ ഒരു ചോദ്യം ഉണ്ട്. അപ്പൊ അയാളെയൊക്കെ ശരിക്കും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് നല്ല മെഡിസിൻ കൊടുക്കേണ്ട ആളാണെന്നാണ് ഞാൻ പേഴ്സണൽ അല്ല എന്റെ പേഴ്സണൽ. ഞാനിതൊക്കെ കാണുന്നു, ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. അത് ശരിക്കും കേട്ടിട്ട് ഞാൻ വണ്ടർ അടിച്ചതാണ്. അദ്ദേഹം ഒരു ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കാര്യത്തിനെ പക്ഷെ അത് തെളിഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് തെളിഞ്ഞത് അങ്ങനെ ആവണമെന്നില്ല. അതിനും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് അതിൽ അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന ആളുടെ പേര് പറഞ്ഞ കൊല ചെയ്യപ്പെട്ട ആളുടെ മകനാണ്, ഈ മകന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ കേസ് തെളിയിക്കുന്നത്. നമ്മളെ കൂടുതൽ അതിലേക്ക് പേരുകൾ പറയണ്ട. മകന്റെ ഉള്ളിലേക്ക് ഈ മരിച്ച ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് മകൻ പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനും അയാളൊരു സയന്റിഫിക്കൽ കാര്യം പറയുന്നത് ഒരുപക്ഷെ മകന് ഓർമ്മ ഉണ്ടാവാം, മേ ബി ശത്രുവാണ്. എല്ലാത്തിനും ഇവർ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും.